നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്കിൽ പോളിംഗ് സാമഗ്രികൾ ഒരുക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. 251 ബൂത്തുകളാണ് പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ വരിക. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികൾ ഒരുക്കുന്ന തിരക്കിൽ കൂടിയാണ് ഉദ്യോഗസ്ഥർ. പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ 251 ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. ഈ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഒരുക്കുന്നത്. ഓരോ ബൂത്തുകളിലേക്കും ആവശ്യമായ പോളിംഗ് സാമഗ്രികൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത്. കുറവുള്ള സാമഗ്രികൾ ജില്ലയിൽ നിന്നും ലഭ്യമാക്കാനുള്ള നടപടികളും ഇതോടൊപ്പം നടക്കും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാവും ബ്ലോക്കിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രിയുടെ വിതരണം നടത്തുക. എല്ലാ ബൂത്തുകളിലേക്കും ആവശ്യമുള്ള സാമഗ്രികൾ ഉറപ്പുവരുത്തുമെന്നും ജോയിന്റ് BDO സാജിദ് പറഞ്ഞു. നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിനെതിരെ വരുന്ന 251 ബൂത്തുകളാണ്. അപ്പോൾ 250 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് മെറ്റീരിയൽസ് അത് നമ്മൾ തയ്യാറാക്കി തുടങ്ങുന്നതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടി ഷോർട്ടേജ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ ഏകദേശം 250 ബൂത്തിലേക്കുള്ളത് ഏകദേശം 80% സാമഗ്രികളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറേ സാമഗ്രികളുടെ കുറവുണ്ട്. ഇനി കുറേ സാധനങ്ങൾ വരാനുണ്ട്. കുറേ പല കവേഴ്സും നമുക്ക് ഇനി കിട്ടാനുണ്ട്. അത് ഒട്ടും കിട്ടാത്തതുണ്ട്. പക്ഷെ കുറച്ച് കുറവ് ഷോർട്ടേജ് വന്നുകൊണ്ട് അതെന്തായാലും നമ്മൾ ജില്ലാ ഇലക്ഷൻ ഓഫീസായിട്ട് ബന്ധപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ തരുന്നതാണ് പറഞ്ഞത്. അവരവിടുന്ന് ഒന്നിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നതാണ്. ഇനി കുറച്ച് സാധനങ്ങൾ അവർ ട്രെയിനിങ് നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർമാർക്കും പോളിംഗ് ഓഫീസർമാർക്കും ട്രെയിനിങ് കൊടുക്കുന്ന ദിവസം അവിടുന്ന് നേരിട്ട് കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. അവരെ പ്രിസൈഡിങ് ഓഫീസർ അവരെ ഹാൻഡ് ബുക്കും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പോളിംഗ് ദിവസത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം കൗണ്ടറിൽ വെച്ച് കൊടുക്കുന്നു. അതിലേക്കുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. കൊപ്പം പഞ്ചായത്ത് ഭരണം അരക്കിട്ടുറപ്പിക്കാനുള്ള ലക്ഷ്യവുമായി LDF രംഗത്തിറങ്ങി. പഞ്ചായത്തിലെ 20 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം അരക്കിട്ടുറപ്പിക്കുവാൻ LDF പ്രചരണവുമായി രംഗത്തിറങ്ങി. പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S ഇബ്രാഹിംകുട്ടി, S മിനി, TV വത്സല ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും അണിനിരത്തിയാണ് LDF തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഒരുപോലെയാണ്. എന്താ ഇവിടെ നടന്നത്? അല്ലേ, ഇവിടെ എന്താ നടന്നത്? എന്ത് വികസനം നടന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സാധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറ്. അത്തരം ചോദ്യങ്ങളിൽ സ്ഥിരമായ കുറെ കാര്യങ്ങളുണ്ട്. ചില ലക്ഷ്യം കൊണ്ടായിരിക്കും, അവർക്ക് ചില വോട്ടുകളുടെ ലക്ഷ്യം ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും നടക്കാത്തത് കൊണ്ടായിരിക്കാം. ഈ ചോദ്യങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടിൽ ഉണ്ടായ മാറ്റം വളരെ വലുതാണ്. എന്താ ഈ നാട്ടിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള നിരവധി വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ വീടിനകത്ത് വരെ എത്തിയ വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കാലങ്ങളായി ആവർത്തിച്ചു വന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യന്റെയും വീടുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറി എന്നതാണ് ഈ കാലയളവിന്റെ പ്രത്യേകത. ഇവിടെ ഈ പഞ്ചായത്തിന്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റും 600ഓളം വീട്. എന്താ ഇവിടെ നടന്നത്? ഈ പഞ്ചായത്തിൽ എന്താ നടന്നത്? 600 പേർക്ക് വീട് കൊടുത്തു ഈ 5 വർഷക്കാലം എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. ആ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഭവന പദ്ധതി ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിക്കൊണ്ട് നടപ്പിലാക്കിയത് കൊണ്ടാണ്. മുത്തപ്പൻ വാസുദേവൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NP വിനയകുമാർ, TK നാരായണദാസ്, NCP ജില്ലാ ജനറൽ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, CPI മണ്ഡലം സെക്രട്ടറി കരുണാകരൻ, ജനതാദൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ പണനായകത്ത്, MN സുദീപ്, A സോമൻ, മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിലെ പടിഞ്ഞാറ് കമാനത്തിനടിയിലൂടെ നടപ്പാതയുടെ നവീകരണം പൂർത്തിയായി. പാത നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. ഏറെ കാലത്തിന് ശേഷമാണ് കമാനത്തിനടിയിലൂടെയുള്ള നടപ്പാതയ്ക്ക് റെയിൽവേയുടെ പച്ചക്കൊടി ലഭ്യമായത്. പട്ടാമ്പി പടിഞ്ഞാറെ മഠം റെയിൽവേ കമാനത്തിനടിയിലൂടെയുള്ള അടിപ്പാത
നവീകരിച്ച് ഗതാഗതയോഗ്യമാക്കി തുറന്നുകൊടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000-ലധികം ആളുകളുടെ യാത്രാദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് റെയിൽവേ കമാനത്തോട് ചേർന്നുള്ള അടിപ്പാത നവീകരിച്ച് തുറന്നുകൊടുത്തത്. റെയിൽവേ അധികൃതരുടെ സഹകരണത്തോടു കൂടിയായിരുന്നു അടിപ്പാതയുടെ നവീകരണത്തിന്റെ പൂർത്തീകരണം നടത്തിയത്. ഇതിനാവശ്യമായ മുഴുവൻ ചെലവും സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുക്കുകയായിരുന്നു. പട്ടാമ്പി ടൗണിൽ നിന്നും താലൂക്ക് ആശുപത്രി, സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും കാൽനടയായി ഈ വഴിയിലൂടെ കടന്നുവരാം. 1000-ലധികം ആളുകളാണ് ഈ വഴിയിലൂടെ കടന്നുപോയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ റെയിൽവേ ഇതിലൂടെയുള്ള യാത്ര നിരോധിച്ചിരുന്നു. തുടർന്ന് MES ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും നടപ്പാതയ്ക്കായി അനുമതി നൽകിയത്. കേരള MES CBSE സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ KP അബൂബക്കർ നവീകരിച്ച നടപ്പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ KP മുഹമ്മദ് കുട്ടി, സെക്രട്ടറി A അബ്ദുൽ ഗഫൂർ, വൈസ് ചെയർമാൻ P കുഞ്ഞലി, ട്രഷറർ PAM റഷീദ്, പ്രിൻസിപ്പൽ P ശ്രീലേഖ, അഡ്മിനിസ്ട്രേറ്റർ ഇൻ അഹമ്മദ് കുഞ്ഞി, MES സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. ഫൈസൽ ഭായ്, ഞാൻ നിങ്ങളുടെ എല്ലാ ഫർണിച്ചർ റിലേറ്റഡ് വീഡിയോസും കാണാറുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ ചോദിക്കണമെന്ന് കരുതിയ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഫർണിച്ചറിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോ വീടിനും ഒരു തീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീട് മനോഹരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ ഇന്റീരിയറിന്റെ കാര്യത്തിൽ മികച്ച ഒരു ഓപ്ഷൻ ഐഫ തന്നെയല്ലേ? ഐഫ മാത്രമല്ല, കേരളത്തിൽ ഫർണിച്ചർ ഇന്റീരിയർ ചെയ്യുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. ഐഫ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഐഫ ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തകൾ തുടരുന്നു. കൊപ്പം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ UDF. 20 വാർഡിൽ 10 വാർഡിൽ കോൺഗ്രസും 10 വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൺവെൻഷനും നടന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ UDF തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയാണ് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MC അബ്ദുൽ അസീസ്, മുൻ പഞ്ചായത്ത് അംഗം മുസ്തഫ കല്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ നിരയാണ് UDFന് വേണ്ടി മത്സരരംഗത്തിറങ്ങുന്നത്. 20 വാർഡിൽ 10 വാർഡിൽ കോൺഗ്രസും 10 വാർഡിൽ മുസ്ലിം ലീഗും മത്സരിക്കും. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും കൺവെൻഷനും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. T റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. AK മുസ്തഫ, കമ്മുക്കുട്ടി എടത്തോൾ, AP രാമദാസ്, CP മുസ്തഫ, T കുഞ്ഞാപ്പ, ജയശങ്കർ കൊട്ടാരത്തിൽ, വഹാബ്, C മുസ്തഫ, വേണു മാടാപ്പറമ്പിൽ, കുഞ്ഞിനു വിയറ്റ്നാംപടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കിവിടെ വലിയ നേട്ടം ഉണ്ടാക്കണം. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. നിങ്ങളത് പോയി നോക്കണം. പരുതൂർ പഞ്ചായത്തിന്റെയും തിരുവപ്പുറം പഞ്ചായത്തിന്റെയും സ്ഥിതി വലിയ വികസന കുതിപ്പാണ് അവിടേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ വികസന കുതിപ്പിന് വേണ്ടിയാണ് ഇവിടെ 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അത് മാത്രമല്ല, ഈ രാജ്യം വർഗീയമായി ചിത്രിക്കുന്ന BJPയും അതോടൊപ്പം തന്നെ അഴിമതിയും ദുർഭരണവും PMC ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പായിക്കൊണ്ട് BJPയുടെ കൂടെ കൂടിയ മാർക്സിസ്റ്റ് പാർട്ടിയെ തറപറ്റിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ കൂടിയ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവശ്യമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെയുള്ള സ്ഥാനാർത്ഥി കാലം മുതൽ പോയിട്ട് നമ്മൾ ഭരണം പോയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒത്തൊരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 20 വാർഡിൽ 20 വാർഡ് തരാൻ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു. ഇന്ന് ഞാൻ 1-2 CPMന്റെ വാർഡിൽ ഒരു ചെറിയ പര്യടനം നടത്തേണ്ടി വന്നു. അവിടെ ചെന്നതോടെ പറയുന്നത്, നിങ്ങളൊന്ന് നന്നായിട്ട് പ്രവർത്തിക്കും, ഞങ്ങൾ വോട്ട് ചെയ്യാം. അവരുടെ ഭാഷയാണ്. ആ ഭാഷക്കനുസരിച്ച് പ്രത്യേകിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെന്ന് മാത്രം പറയുകയാണ്. ഇവിടെ കോൺഗ്രസും ലീഗുമാണ് ഐക്യമുന്നണി. നമുക്കറിയാം, മുസ്തഫ മാഷ് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് എന്നെ ഏൽപ്പിച്ചെങ്കിലും ഈ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ല, UDFന്റെ സ്ഥാനാർത്ഥികൾ. പാതയോരങ്ങൾ കേന്ദ്രീകരിച്ച് കൈതച്ചക്ക കച്ചവടം സജീവം. തൃത്തല ഹൈസ്കൂൾ റോഡരികിലെ തണലോരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൈതച്ചക്ക വിപണിയിൽ തിരക്കേറുകയാണ്. വേനലാരംഭത്തിന് മുന്നോടിയായി നാട്ടിൻപുറങ്ങളിലെ വഴിയോരങ്ങളിലും നഗരത്തിലെ പ്രധാന കവലകളിലുമെല്ലാം കൈതച്ചക്ക കച്ചവടം സജീവമായി.
നാട്ടിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് തണുപ്പും മധുരവും നൽകുന്ന കൈതച്ചക്കകൾക്ക് ആവശ്യക്കാരുമേറെയാണ്. പ്രധാനമായും ഉച്ചസമയത്തും വൈകുന്നേരങ്ങളിലുമാണ് കൈതച്ചക്ക വിൽപ്പന കൂടുതൽ നടക്കുന്നത്. പാളയൻകൂടൻ, മൗറീഷ്യസ്, വിയറ്റ്നാം ഇനത്തിൽപ്പെട്ട മധുരമൂറുന്ന കൈതച്ചക്കകളാണ് വിൽപ്പനയ്ക്കായി പ്രധാനമായും എത്തിച്ചിരിക്കുന്നത്. വീടുകളിൽ കൈതച്ചക്ക ജ്യൂസ് ഉണ്ടാക്കുന്നതിനും അച്ചാറുകൾ പോലുള്ള വൈവിധ്യമാർന്ന കൈതച്ചക്ക വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുമെല്ലാമായി നിരവധി പേരാണ് ഇവിടെയെത്തി കൈതച്ചക്കകൾ വാങ്ങി മടങ്ങുന്നത്. 3 കിലോഗ്രാമിന് 100 രൂപ എന്ന നിരക്കിലാണ് കച്ചവടക്കാർ കൈതച്ചക്ക വിപണനം ചെയ്യുന്നത്. കൈതച്ചക്ക കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പുമുളകും ചേർത്ത പ്രത്യേക മസാലക്കൂട്ടുകളോടുകൂടി വിൽപ്പന നടത്തുന്നതും വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിന് സമീപത്തെ സ്ഥിരം കാഴ്ചയാണ്. ചൂട് കൂടുന്ന സമയത്ത് ആളുകൾ തണുത്ത പാനീയങ്ങളും ജ്യൂസുകളും പോലെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള പഴങ്ങളാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ഇത് ശരീരത്തിന് തണുപ്പും ഉന്മേഷവും നൽകും. കൂടാതെ കുറഞ്ഞ വിലയും ജനങ്ങളെ ആകർഷിക്കുന്നതിനാൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ കൈതച്ചക്ക തോട്ടങ്ങളിൽ വിളയിച്ചെടുക്കുന്ന കൈതച്ചക്കകളാണ് തൃത്താലയിലെ തെരുവോരങ്ങളിലെത്തിച്ച് കച്ചവടം നടത്തുന്നത്. മേഖലയിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന കൈതച്ചക്കകൾക്ക് ആരോഗ്യ ഗുണങ്ങളും ഏറെയാണ്. വിറ്റാമിൻ സി, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നമാണ് കൈതച്ചക്ക. വേനൽക്കാലത്ത് നിർജ്ജലീകരണം തടയാനും ദഹനപ്രക്രിയ എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നു. കൂടാതെ കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ എന്ന എൻസൈം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. തൃത്താല ഹൈസ്കൂൾ റോഡിലെ പഴയ RMS കെട്ടിടം സംരക്ഷിക്കാൻ ആളില്ലാതെ തകർന്ന് നാമാവശേഷമാകുന്നു. നശിച്ചു മണ്ണടിയുന്നത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ. തൃത്താല ഹൈസ്കൂൾ റോഡിൽ പാക്കനാർ കാന്റത്തിന് സമീപം നശിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ചിട്ടും കെട്ടിടം സംരക്ഷിക്കാനോ ഉപയോഗപ്രദമായി മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടം പുനരുദ്ധീകരിച്ച് പ്രീ എക്സാമിനേഷൻ സെന്ററോ ITCയോ തുടങ്ങണമെന്ന ആവശ്യമാണ് മുൻപുണ്ടായിരുന്നത്. ശൗചാലയങ്ങളും കുടിവെള്ള സൗകര്യവും വിശാലമായ ഹാളും മുറികളും അടുക്കളയും ഫലവൃക്ഷങ്ങളുമെല്ലാം ഒരു കാലത്ത് ഇവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കെട്ടിടം കാടുകയറി കാലപ്പഴക്കം മൂലം പൂർണ്ണമായും തകർന്നു തുടങ്ങി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠനം തുടങ്ങുന്നതിനായി 1972 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ അന്ന് താമസിച്ച് പഠിച്ചിരുന്നത്. 2026 MRSന് പറക്കുളത്ത് പുതിയ കെട്ടിടം വന്നതോടെ തൃത്താലയിലെ കെട്ടിടം അവഗണന നിലയിലായിരുന്നു. പിന്നീട് 2 വർഷത്തിലധികം തൃശൂരിലെ MRS ഇവിടെ പ്രവർത്തിച്ചുവെങ്കിലും 2009 ഇവർക്ക് തൃശൂരിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ തൃത്താലയിലെ കെട്ടിടം തീർത്തും അനാഥമാവുകയായിരുന്നു. ദേശമംഗലം മോനിയ ഗാർഡൻ ഓഫ് ഖുർആൻ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുടെ കരവിരുതിൽ തയ്യാറാക്കിയ വസ്തുക്കളുടെ പ്രദർശനം നടന്നു. TS മമ്മി ഹാജി എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിക്കർ ഹൽക്ക ട്രസ്റ്റ് ചെയർമാൻ സുലൈമാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി ഇല്യാസ് അഹ്സനി വിഷയാവതരണം നടത്തി. 1835 രാജ്യത്ത് നിലനിന്നിരുന്ന ആരാണ മുതൽ 150 വർഷം പഴക്കമുള്ള മുറുക്കാൻ ചെല്ലം, പഴയകാല ഗൃഹോപകരണങ്ങളായ കിണ്ടി, കോളാമ്പി, അളവുപാത്ര നാഴി, ചെമ്പുപാത്രങ്ങൾ, പഴയകാല ഫോൺ, ചെറുതും വലുതുമായ ഖുർആൻ പ്രതികൾ, അറബിക് കാലിഗ്രഫി എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. പാഴ്വസ്തുക്കളിൽ തീർത്ത വർണ്ണാഭമായ പൂക്കൾ, ഐസ്ക്രീം കോലുകൊണ്ട് തീർത്ത വ്യത്യസ്തങ്ങളായ അലങ്കാര വസ്തുക്കൾ തുടങ്ങി മുസ്ലിം വിശ്വാസികളുടെ പുണ്യഗേഹമായ കാബാലയം, മദീന പള്ളി എന്നിവയുടെ ചെറുമാതൃക വരെ ഈ കുരുന്നുകളുടെ കരങ്ങളാൽ നിർമ്മിച്ച് പ്രദർശനത്തിൽ ഒരുക്കി. ഖുർആൻ കോളേജ് അധ്യാപകരായ ഹാഫിളത്ത് ആലിയ ബാഹിറ, AP സീനത്ത് ഹംസ, വിദ്യാർത്ഥികളായ നിയ നസ്രിൻ, ആയിഷ, ബിന്ദു മനാഫ്, ആയിഷ റിദ എന്നിവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. ചിരിക്കാതിരിക്കാനുള്ള ചലഞ്ച്, അതാണ് ടാസ്ക്. എന്നാൽ ചലഞ്ച് ബ്രേക്ക് ചെയ്യാൻ മെനക്കെട്ട് ചിലർ ഇറങ്ങി തിരിച്ചാൽ അവരത് ഏത് വിധേനയും സാധിക്കണമല്ലോ. ഒടുവിൽ അതും സംഭവിച്ചു. കാണാം കാണിപ്പേരിൽ നിത്യ നൽകിയ ദൃശ്യം. To see what condition your condition was in. We have cancer. Bone cancer.
I'm going back to work. We'll check up on you in a bit. Love that movie. Oh fuck! Sorry, sorry, I forgot. I meant to make you laugh. Sorry. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.